നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലശമല ഇക്കോ ടൂറിസം പദ്ധതി പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കുന്നംകുളത്ത് ടൂറിസം സെന്റർ തുറന്നു. കുന്നംകുളത്ത് അപകടത്തിൽ പോലീസുകാരനെ പരിക്കേറ്റു. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. കർഷകർക്ക് ആശ്വാസമായി നെല്ലിന്റെ തുക ലഭിച്ചു തുടങ്ങി. വാർത്തകൾ വിശദമായി. കലശമല ഇക്കോ ടൂറിസം പദ്ധതി പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. കലശമല ഇക്കോ ടൂറിസം പദ്ധതി പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം ഇന്ന് 4 മണിക്ക് കലശമലയിൽ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ശ്രീ AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. PK ബിജു MP ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പുരാതന കേരളത്തിലെ മനുഷ്യരുടെ സാംസ്കാരിക വളർച്ചയെ സ്വാധീനിച്ച ജൈവ വൈവിധ്യമാർന്ന പ്രകൃതി മനോഹാരിത നിലനിൽക്കുന്ന പ്രദേശമാണ് കല്ലഴിക്കുന്ന്. ഇവിടെ കാണപ്പെടുന്ന കുളവെട്ടി മരങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ്. ഇവിടം കാണുന്ന മറ്റൊരു പ്രധാന ആകർഷണീയതയാണ് നരിമട. നിരവധി സിനിമകളും സീരിയലുകളും ഇവിടെ ചിത്രീകരിക്കാറുണ്ട്. സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപയാണ് കലശമലയുടെ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. വീണ്ടും ഈ ഇക്കോ ടൂറിസം വില്ലേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പദ്ധതിയുടെ രൂപത്തിൽ ഗവൺമെന്റ് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കുന്നംകുളത്ത് ടൂറിസം സെന്റർ തുറന്നു. കുന്നംകുളത്ത് പണി പൂർത്തിയാക്കിയ ടൂറിസം ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. PK ബിജു MP മുഖ്യ അതിഥിയായിരുന്നു. ചരിത്രപരമായി ഒരുപാട് വസ്തുതകൾ കാണപ്പെടുന്ന പ്രദേശമാണ് കുന്നംകുളം. ചരിത്രാതീത ശിലായുഗ സ്മാരകങ്ങളായ കുടക്കല്ലുകൾ, നന്നങ്ങാടികൾ, ഗുഹകൾ, കലശമലയിലെ കാവും ക്ഷേത്രവും, കക്കാട് മഹാഗണപതി ക്ഷേത്രം, വേലൂരിലെ ഫാദർ അർണോസ് പാതിരി സ്മാരകം, കടവല്ലൂർ ക്ഷേത്രം, കുന്നംകുളത്തെ അങ്ങാടി, പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമീപ്യം എന്നിവയാൽ പ്രശസ്തമാണ് കുന്നംകുളം. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ ചടങ്ങിനെ സ്വാഗതവും തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ കൗശികൻ നന്ദിയും പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം വികസനത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പുതിയ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്ഭവമായ ഈ പ്രദേശം നേരത്തെ പറഞ്ഞ കുടക്കൽ പറമ്പും മനോഹരമായ മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഇതിൻ്റെ പരിസര പ്രദേശത്തുണ്ട്. അർണോസ് പാതിരിയുടെ വേലൂർ പള്ളി ഉൾപ്പെടെ. തീർച്ചയായും ഈ സാധ്യതകളെ, പൗരാണികതയെ നമ്മുടെ ഈ വഴി കടന്നു പോകുന്ന, യാത്ര ചെയ്യുന്ന, കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്താൻ ഉള്ളൊരു കേന്ദ്രവും, തൊട്ടടുത്ത ഗുരുവായൂർ ക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് ഇതുവഴി കടന്നു പോകുമ്പോൾ അവർക്കൊരു വിശ്രമത്തിനുള്ള സൗകര്യവുമെല്ലാം കൂടിച്ചേർന്ന അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കുന്നംകുളത്ത് അപകടത്തിൽ പോലീസുകാരനെ പരിക്കേറ്റു. കുന്നംകുളത്ത് അപകടത്തിൽ പോലീസുകാരന് പരിക്കേറ്റു. കുന്നംകുളം ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രിമാർ വരുന്നതിന് മുന്നോടിയായി ടൂറിസം സെന്ററിന് മുന്നിൽ നിൽക്കുകയായിരുന്ന കുന്നംകുളം ഡിവൈഎസ്പിയുടെ ഡ്രൈവർ സുരേഷിനെയാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിച്ചത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ആദ്യം ബൈക്കിനും പിന്നീട് പോലീസുകാരനെയും ഇടിച്ചു വീഴ്ത്തി. കൈക്കും നെറ്റിക്കും ചെറിയ പരിക്കേറ്റ പോലീസുകാരനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പാട് ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാട് ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാട് ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. കാട്ടകാമ്പാൽ മണ്ഡലം ജവഹർ ബാലജനവേദിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് അയ്നൂരിൽ വൃക്ഷത്തൈ നടീൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പറും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ ജയശങ്കർ നിർവഹിച്ചു. ജവഹർ ബാലജനവേദി മണ്ഡലം ചെയർമാൻ ഫൈസൽ തറമേൽ അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. സാംസൺ വാഴപ്പള്ളി, സജു അയ്നൂർ, സുബ്രു മരക്കാർ, കുഞ്ഞുമോൻ ഹാജി, പ്രേമൻ, മുനീർ, അലൻ, ആൽഫി റിഹാസ്, ജമാൽ, മുഹമ്മദ് ഹിസാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉണ്ടാക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്നതിന് വേണ്ടി കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനാ സംവിധാനങ്ങളും ഒക്കെ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമുക്കറിയാം, ഈ ഭൂമിക്ക് മനുഷ്യനില്ലെങ്കിലും ഭൂമി നിലനിൽക്കും. പക്ഷേ മനുഷ്യനാവശ്യം പ്രകൃതി, ആ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനുഷ്യരാശിയെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മരം നാടിന് തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി നടന്ന വൃക്ഷത്തൈ നടീൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി KC ബാബു നിർവഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ DCC സെക്രട്ടറി ബിജോയ് ബാബു, ബിജു സി ബേബി, ഉണ്ണി ഏറത്ത്, പരമേശ്വരൻ നായർ, AS ശ്യാംകുമാർ, PI തോമസ്, KV ഗീവർ, KP ജയപ്രകാശ്, ലബീബ് ഹസൻ, ശശിധരൻ കണ്ടംപുള്ളി, ഹരികുമാർ, ഗിരീഷ് കാണിപ്പയ്യൂർ, ശശി PK എന്നിവർ സംബന്ധിച്ചു. കർഷകർക്ക് ആശ്വാസമായി നെല്ലിന്റെ തുക ലഭിച്ചു തുടങ്ങി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സമാഹരിച്ച നെല്ലിനെ ജില്ലയിലെ കർഷകർക്ക് കൊടുക്കാനുള്ള 71 കോടി രൂപയിൽ 25 കോടി രൂപ കർഷകരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. ഏപ്രിൽ 1 വരെ സമാഹരിച്ച നെല്ലിനെ മുഴുവൻ തുകയും 22 വരെ സംഭരിച്ച നെല്ലിനെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ
കിലോയ്ക്ക് 7.80 രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്തത്. 25 കോടി രൂപയാണ് സപ്ലൈകോ നൽകിയത്. കർഷകർക്ക് പണം കിട്ടാത്തത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരുന്നു. കർഷകർ നെല്ലിന്റെ വില മാർച്ചിൽ കിട്ടുമെന്ന ധാരണയിലാണ് വായ്പാ അടവുകൾ തീർക്കാനിരുന്നത്. മെയ് മാസം കഴിഞ്ഞിട്ടും പണം കിട്ടാതെ വന്നതോടെ 12% പലിശ നിരക്കിൽ പണം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർക്ക് ബാങ്കുകൾ നോട്ടീസ് നൽകിയിരുന്നു. സ്കൂൾ തുറന്നപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടാൻ കർഷകർക്ക് പലരോടും വായ്പ വാങ്ങേണ്ടി വന്നു. ശേഷിക്കുന്ന 46 കോടി രൂപ കൂടി ജില്ലയിലെ കർഷകർക്ക് നൽകാൻ നടപടികൾ വേഗത്തിലാക്കിയതായി അധികൃതർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലശമല ഇക്കോ ടൂറിസം പദ്ധതി പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കുന്നംകുളത്ത് ടൂറിസം സെന്റർ തുറന്നു. കുന്നംകുളത്ത് അപകടത്തിൽ പോലീസുകാരനെ പരിക്കേറ്റു. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെ വിവിധയിടങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു. കർഷകർക്ക് ആശ്വാസമായി നെല്ലിന്റെ തുക ലഭിച്ചു തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.